അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെയിലി വ്ളോഗ് ഇതുമൂന്ന് സ്കൂൾക്ക് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് സ്റ്റാർട്ടാക്കാം അല്ലേ. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ സ്കൂൾക്ക് പോകണം. അവൾ മദ്രസില്ല, നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. മദ്രസില്ലാത്തതുകൊണ്ട് നല്ലോണം സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങും. പിന്നെ അവസാന നിമിഷം സമയം ഉണ്ടാവില്ല, അങ്ങനെ പെട്ടെന്ന് തിരക്കൂട്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന നേരം ഉളപ്പിച്ച് വന്നിട്ടോ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം കരുതി എന്നാൽ ഇപ്പിച്ചാക്കി കൊണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പിച്ചിൻ്റെ കൂടെ പോവുകയാണ്. പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവളെ പഴയ ചെരുപ്പ് ഇങ്ങനെ പൊട്ടും പൊട്ടും എന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടാൻ നിൽക്കണ്ടല്ലോ, പെട്ടെന്ന് വാങ്ങി അത് ചെരുപ്പിട്ടുമ്പോൾ കാലിനൊരു തയമ്പ് വരുന്നൊരു വേദന ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വേദന ആയിട്ടുള്ള ഇങ്ങനെ ഇടുന്നതാണ് നിങ്ങൾ വീഡിയോ തുടങ്ങുമ്പോൾ കണ്ടത്. എന്തായാലും അവൾ എളുപ്പിച്ചിൻ്റെ ഇപ്പോൾ കൂടി പോയി. പിന്നെ ഞാൻ നേരെ ഇതാ അങ്ങനെ ഫുഡ് എന്താ പറയുക, ബാക്കി എൻ്റെ ഹസ്ബൻഡിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിച്ചണിക്ക് പോരുകയാണ്. അപ്പം ഈ മേശപ്പുറത്ത് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇന്നലെ രാത്രി ഒരു 2:30-3 മണി സമയത്ത് നമുക്ക് കിട്ടിയതാണ്. ഇതൊക്കെ മോളുവിൻ്റെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ടുവച്ചതാണ് കേട്ടോ. മോൾ ഇന്നലെ രാത്രി പോയിട്ടുണ്ട്. അപ്പോൾ പോയത് 2:30-3 മണി ആ സമയത്താണ്. പക്ഷേ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓളിനോട് വന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടോ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ അതിലൊക്കെ അടിച്ച് കൂട്ടിയിട്ട് ഓൾ പിന്നെ ആരാണ് പൂട്ടിയതെന്നൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും പോയി. അപ്പം പോകാനോൾ വിളിക്കാൻ വന്നപ്പം മോളിൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. കാരണം ഓളിപ്പോൾ ഇന്ന് വരും, ഇന്ന് ഇങ്ങോട്ട് തന്നെ വരും. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയിട്ട് ആ സമയമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റിന് കണ്ടോ നമ്മളെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് തൂമിച്ചിട്ടില്ല, വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തൂമിക്കാനും സമയം കിട്ടിയില്ല. നേരെ വൈകി കഴിഞ്ഞിട്ട് ഇതുമുന്നെ മാറ്റാനും റെഡിയാക്കാനൊക്കെ നിന്നതുകൊണ്ട് തൂമിച്ചിട്ടില്ല. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇന്നലെ മോള് വന്നപ്പോൾ ഈ ഫ്രൂട്ട്സും പച്ചക്കറികളും മാത്രമല്ല കൊണ്ടുവന്നത്, അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ കുറച്ച് എന്താ പറയുക മസാല ദോശയും ചിക്കനും ഒക്കെ, മസാല നെയ് റോസ്റ്റും സാമ്പാറും ചട്ടിനിയും പിന്നെ ചിക്കൻ വറുത്തതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിത്ത് സാമ്പാറൊക്കെ കൂട്ടിയിട്ടാണ് ഇതും ഇന്ന് സ്കൂളിൽ പോയത് കേട്ടോ. അപ്പം ഓക്ക് അങ്ങനെയൊക്കെ തട്ടിമുട്ടി പറഞ്ഞു വെച്ചു നിൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലുമൊക്കെ മൂപ്പരെ ഓളെ കൊണ്ടാക്കി വരുമ്പോഴേക്കും നമുക്ക് മൂപ്പർക്കുള്ള ഫുഡൊക്കെ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ആ ദോശയായ മാവ് അരച്ച് വെച്ചതുകൊണ്ട് തന്നെ നല്ല സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇപ്പോൾ ഞാൻ ഈ പൊടി കലക്കി പറഞ്ഞിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി എനിക്കും അടുത്ത വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ റബ്ബേ ഇന്നും ഞാൻ ഇത് തന്നെയാണ് ഉണ്ടാക്കിയത് ഇത് തന്നെയാണോ ഇനിയിപ്പോൾ ഇനി വീഡിയോയിൽ ഇടേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ചടപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ഇന്നലെ ഞാൻ ശരി ഒയിന്നൊക്കെ വെള്ളത്തിലിട്ട് അത് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടലൊക്കെ വന്നിട്ടുണ്ട്. കടലക്കറിയും ദോശയാണ് ഇന്ന്. പിന്നെ കൂടാതെ നമ്മൾ സാമ്പാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കടലക്കറി തൂമിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലെ ഉള്ളിയും കൊട്ടിയിട്ട് ഞാനും ജസ്റ്റ് തൂമിച്ചെടുക്കുകയാണ്. അപ്പോൾ തൂമിച്ചെടുക്കുമ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ഇട്ടിരുന്ന് മൂപ്പിച്ചാണ് ഇങ്ങനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരട്ടെ. അപ്പം അങ്ങനെ കടലക്കറി അവിടെ റെഡിയായി. ഒരടുപ്പത്ത് ഞാൻ ചട്ടി നമ്മുടെ ദോശ ചട്ടി വെച്ചിട്ട് അതിലങ്ങനെ ദോശയൊക്കെ ചുടുന്നുണ്ട്. ഒരു 4-5 ദോശ ചുട്ട് കൊടുക്കുന്നുള്ളൂ. എൻ്റെ ഹസ്ബൻഡിന് മാത്രമുള്ളത് ചൂടാണ്. ഇതുമൂന്നുള്ളത് ഒക്കെ ചുട്ട് ഓൾ കഴിച്ചു പോയി. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് മാത്രമാണ് കേട്ടോ ചുടുന്നത്. പിന്നെ ഐറൂസൊക്കെ എഴുന്നേറ്റ് ഐറൂസ് ഇവിടെ ഇല്ല, ഇന്നലെ രാത്രി പോയി. എൻ്റെ മനസ്സിലിപ്പോഴും ഐറൂസ് ഇവിടെ ഉണ്ട് എന്നാണ്. ഓന് കിടക്കുമ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ വരെ ഓൻ വീട്ടിലുണ്ടല്ലോ, ഇന്ന് രാത്രിയാണോ കൊണ്ടുപോയത് കേട്ടോ. അപ്പം ഞാൻ മൂപ്പർക്കുള്ള ഫുഡൊക്കെ കൊടുത്തേച്ച് ചായയൊക്കെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. രാവിലെ തന്നെ വിചാരിക്കുന്നുണ്ട് ഇതൊന്ന് എടുത്ത് വെക്കണമല്ലോ എന്ന്. പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് വേഗം അടിച്ചു വരെ തൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അവരിപ്പോൾ വരും, ഒരു ഉച്ച ആകുമ്പോഴേക്കിന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ എൻ്റെ ഹസ്ബൻഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുപോയി വെച്ചു. ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഇതുമൂന്ന് കേട്ടോ ഓള് അയച്ച് വെച്ച് പോയതാണ്. ഇന്നലെ രാത്രി ഇട്ട ഡ്രസ്സ് അത് അലക്കാനുള്ളതാണ്. അപ്പോൾ അത് അലക്കാൻ കൊണ്ടുപോയിട്ടു. പിന്നെ മേശപ്പുറമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഈ കസാലകൾ ഇപ്പോൾ ഞാനിപ്പോൾ നീക്കി വെച്ച കസാല അത് ഐറൂസിന് പണിയാട്ടോ. ആ ചുമരിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി വെച്ചത് കാരണം അവന് മേശപ്പുറത്തേക്ക് കയറാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ കസാല ഇങ്ങനെ നീക്കി വെച്ചതാണ്. അതിമ കയറും, പിന്നെ മേശപ്പുറത്ത് കയറും. പിന്നെ മേശപ്പുറത്ത് കയറിയാലുള്ള അവസ്ഥ പിന്നെ പറയാതിരിക്കല്ലോ നല്ലത്. എല്ലാം ഇങ്ങോട്ട് വലിച്ചിടുക, ആ മേശപ്പുറത്തുള്ളതൊക്കെ തട്ടിയിടുക. ഇതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ വിക്രസ്. ഏതായാലും ഞാൻ ഇത് ഇവിടേക്ക് തുടക്കലിൽ പിന്നെ ഈ ഒരു ഗ്ലാസും ഈ ഒരു സ്പ്രേ ടേബിളൊക്കെ തുടക്കുന്ന അതേപോലെ ഗ്ലാസ്സൊക്കെ തുടക്കുന്ന ആ ഒരു സ്പ്രേ ആണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ തുടച്ച് വെച്ചു. പിന്നെ അത് ഇവിടേക്കൊന്ന് വൃത്തിയാക്കി ഏതായാലും ആ ഒരു ഫുഡ് കഴിക്കുന്ന ഭാഗം കണ്ട് ക്ലീൻ ആക്കിയിട്ട് ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിൽ കുറച്ച് പാത്രമേ ഉള്ളൂ. ഇതുമോ കഴിച്ചതിൻ്റെ ഒരു 1-2 പാത്രം. ഇതുമൂന്ന് ഇപ്പോൾ പാത്രമൊക്കെ കഴുകും ഓളോട് ഞാൻ 11 വയസ്സ് ആവാനായില്ല. ഈ മാസം നവംബർ ഇന്നിപ്പോൾ ഈ വീഡിയോ വരുന്നത് നവംബർ 1-ാം തീയതി, നവംബർ 21-നാണ് ഇതുമൂന്ന് ബർത്ത്ഡേ. 11 വയസ്സാവുകയാണ് കേട്ടോ. അപ്പോൾ ഓളോട്
അങ്ങനെ പറഞ്ഞു 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ പണികൾ എടുക്കണം, ആ ഡ്യൂട്ടികൾ, അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡ്യൂട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൾ കിടന്ന പുതപ്പ് മടക്കി വെക്കുക, തലേണ എടുത്ത് വെക്കുക, പിന്നെ പാത്രങ്ങൾ, കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കുക, വെള്ളം കുടിച്ച പാത്രം കഴുകി വെക്കുക, ഇങ്ങനെയുള്ള ഓള കാര്യങ്ങൾ മാത്രം ചെയ്യാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓള് ഫുഡ് കഴിച്ച പാത്രമൊക്കെ ഓള് കഴുകി വെച്ചിട്ടാട്ടോ പോണത്. പിന്നെ ഇതാ ബാക്കി എൻ്റെ ഹസ്ബൻഡ് കഴിച്ചതും പിന്നെ തൂമിച്ച് നമ്മൾ പിന്നെ കടലക്കറി തൂമിച്ച ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുള്ളൂ, അതൊക്കെ ഒന്ന് കഴുകി വേഗം വേഗം കിച്ചൺ അങ്ങോട്ട് ക്ലീൻ ആക്കാൻ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ. ഞങ്ങളിവിടെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ടൗണിൽ തന്നെ, ഞങ്ങൾ ടൗൺ ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് ഒന്നായിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും ചില പച്ചക്കറികളൊക്കെ കേട് വരും, അല്ലെങ്കിൽ പിന്നെ അരിഞ്ഞ് വെക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കേട് വരില്ല അല്ലേ. ഇപ്പോൾ പയറാവട്ടെ, പിന്നെ പച്ചവായ്ക്ക, മത്തന്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തൊരു പാത്രത്തിൽ ഇങ്ങനെ അടച്ച് വെച്ചാൽ കേട് വരാതെ ഇങ്ങനെ നിൽക്കും. എന്തായാലും ഞാൻ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ കീറ്റോ ഡയറ്റിൽ തന്നെയാണ്. ഇപ്പം കുഴപ്പമില്ലാതെ ഇന്നും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്ട്രിക്റ്റിൽ തന്നെ വലിയ കുഴപ്പമില്ല. വെയിറ്റ് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. പിന്നെ നമുക്ക് ഇതുവരെ നോക്കിയിട്ടില്ല എന്നല്ല, നോക്കുന്നുണ്ട് ഇടയ്ക്ക്. നമുക്ക് എന്തായാലും തിങ്കളാഴ്ച ഒരാഴ്ച ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് എത്ര വെയിറ്റ് കുറഞ്ഞ് നോക്കാമല്ലോ അല്ലേ. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് എന്താ പറയുക, ചക്കരക്കിഴങ്ങ് എന്ന് പറയും, മധുരക്കിഴങ്ങ് എന്ന് പറയും അല്ലേ, ആ ഒരു സംഭവമാണിത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, മോളുൻ്റെ ഹസ്ബൻഡ് കൊണ്ട് ആ ഒരു കവറിലുള്ളതായിരുന്നു കേട്ടോ. അപ്പം മോള് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ, ഇതൊന്ന് പുഴുങ്ങി വെക്കുമോന്ന്, മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി വെക്കുമെന്ന് വരുമ്പോൾ ഒന്ന് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഐറൂസിനും കൊടുത്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ അതും പുഴുങ്ങാൻ വെക്കണത്. ദോശമാവും ഉണ്ട് കുറച്ച്, അതൊക്കെ ഏതാ വേണ്ടത് വെച്ചാൽ കൊടുക്കാമല്ലോ എന്നൊക്കെ കരുതി ഞാൻ ആദ്യം നന്നായിട്ട് കഴുകിയിട്ട്, അത് നല്ല മണ്ണുണ്ടായിരുന്നു കേട്ടോ. ഇന്നാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അതിൽ മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിൽ നല്ല കുറച്ച് മണ്ണുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഇങ്ങനെ കഴുകി എടുക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ കഴുകലൊന്നും പോയില്ല. പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് അങ്ങനെ കുറച്ച് നേരം വെള്ളം പാർന്നിട്ട് ഇങ്ങനെ പൊതിർത്തി വെച്ചു. അപ്പോൾ മണ്ണിങ്ങനെ ചെറുതായിട്ട് ഇളകി പോകുന്നതിന് ശേഷം ഇതാ കട്ട് ചെയ്ത് ഞാൻ കുക്കറിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ കുക്കറിൽ വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കുക്കറിൽ കൊള്ളുന്നില്ല കേട്ടോ. ഞാൻ ഈ കുക്കറാണ് എൻ്റെ അടുത്ത് വലിയൊരു കുക്കർ ഉള്ളത്. അപ്പോൾ ഞാൻ അതിൽ കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ പാത്രത്തിലിട്ടിട്ട് അടുപ്പത്ത് വെക്കാമെന്ന് കരുതിയതാണ്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ബട്ടർ കോഫി അടിച്ചതാണ് ഈ ഒരു കോപ്പയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത് അടുപ്പത്ത് വെച്ച് ഞാൻ ബട്ടർ കോഫി കുടിക്കാൻ പോകാമെന്ന് കരുതി. അത് കുടിച്ച് വന്നിട്ട് അങ്ങനെ നല്ല വിശക്കുന്നുണ്ട്, അത് കുടിച്ച് വന്നിട്ട് നമുക്ക് ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഒരു ബട്ടർ കോഫിയൊക്കെ കുടിച്ച് നല്ല വയറൊക്കെ ഫുള്ളായിട്ട് വെള്ളമൊക്കെ കുടിച്ച് വരികയാണ്. ഇനി നമുക്കിത് കുറച്ച് പച്ചക്കറികളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ടൗൺ ഏരിയയിലായതുകൊണ്ട് തന്നെ അധികം ഇങ്ങോട്ട് പച്ചക്കറി ഒന്നായിട്ട് കൊണ്ടുവരില്ല, ഫ്രിഡ്ജിൽ വെച്ച് കേട് വരുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു 2 ദിവസത്തിനുള്ള മാത്രമേ കൊണ്ടുവരാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ഒരുപാട് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കാനോ ഒന്നും ഉണ്ടാവില്ല. കൊണ്ടുവരുന്നത് കുറച്ച് ചെറിയൊരു പാത്രത്തിലാക്കി അങ്ങനെ വെക്കും. കാരണം ഞങ്ങളിവിടെ അടുത്ത് തന്നെ കടയുണ്ട്. അപ്പോൾ പോയാലും വെജിറ്റബിൾ കിട്ടും. പിന്നെ 2 മിനിറ്റ് നടന്നു പോയാലും ഇവിടെ അടുത്ത് തന്നെയാണ് എല്ലാം. ഞങ്ങളെ മെയിൻ റോഡ് കണക്ക് ഇറങ്ങാൻ തന്നെ എല്ലാം കിട്ടും. അപ്പം ഒന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്ന പരിപാടി ആദ്യം ഇല്ല കേട്ടോ. കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ വാങ്ങുക. പച്ചക്കറികൾ പ്രത്യേകിച്ചും ഈ പഞ്ചസാര, ചായപ്പൊടി, അങ്ങനെയുള്ള കേടുവരാത്ത സാധനങ്ങളെ പോലെ അല്ലല്ലോ ഈ പച്ചക്കറി. ഇതൊക്കെ അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ വാങ്ങണം. ഇപ്പോൾ ഫ്രൂട്ട്സ് ആയാലും ഒക്കെ കഴിക്കാനുള്ളത് വാങ്ങും, കഴിക്കും, പിറ്റേന്ന് വാങ്ങും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഡൈറൂസൊക്കെ ഇവിടെ തന്നെയല്ലേ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ മോളുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ഇവിടെ അരീക്കോട് തുടങ്ങുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ സംഭവം അവിടെ ഒരു സ്കൂളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ എന്തൊക്കെയോ ചില്ലറ പണികളുണ്ട്, കുറച്ച് എന്തൊക്കെയോ വർക്കുകളുണ്ട്. അപ്പോൾ പണിക്കാരും കാര്യങ്ങളൊക്കെയാണ്. രാത്രിയൊക്കെ നിർത്താതെ പണിയുണ്ട്, കല്ലും മണ്ണൊക്കെ ആയിട്ട്. അപ്പം ഓന് രാത്രി ഇവിടുന്ന് പോകുമ്പോൾ നല്ലോണം ലേറ്റാവും, രാവിലെ നേരത്തെ ഇങ്ങോട്ട് വരും വേണം. അപ്പോൾ മോളിനെ അങ്ങോട്ട് കൊണ്ടുപോകും, അങ്ങോട്ട് കൊണ്ടുവരും. ആ ഒരു സംഭവം വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പോൾ മോൾ ഇവിടെ തന്നെയാണ് 2 ദിവസമായിട്ട്. അപ്പോൾ ഇന്നലെ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇനി പള്ളിയൊക്കെ ഇരുന്നിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മോളിനെയും കൊണ്ട് പോയതാണ് കേട്ടോ. അപ്പം ഐറൂസിനൊക്കെ കൊടുക്കാനുള്ള പഴം, അങ്ങനെ എല്ലാ സാധനങ്ങളും, ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇത് വെണ്ടയ്ക്ക ഉപ്പേരി വെക്കാനൊക്കെ ഉള്ള ഐറൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊരു പാത്രത്തിലാക്കി വെച്ചു. വെണ്ടയ്ക്ക പിന്നെ അരിഞ്ഞ് വെക്കാൻ ഒരു കൊഴുപ്പാണില്ലേ, അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചു. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ഉണ്ടായിരുന്നു വെണ്ടയ്ക്ക കൊണ്ട് ആ കറി ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കറി ആ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുമ്പോൾ വീഡിയോ എന്തായാലും ഇടാം കേട്ടോ.
അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുട്ടണിത് മൂപ്പരിപ്പോൾ കൊണ്ടുവന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ്. അപ്പം അത് ഞാൻ ഈ ഒരു ബക്കറ്റിലാണ് ഇട്ട് വെക്കാറ്. കാരണം ഇതിൽ ഒരു 2 ട്രേ മുട്ട നമുക്ക് അടിപൊളിയായിട്ട് വെക്കുകയും ചെയ്യാം. പിന്നെ ഒരു കുറച്ച് സ്ഥലം മതി, ഈ ബക്കറ്റ് വെക്കാൻ അധികം സ്ഥലം വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വെക്കുന്നത് ഇതിലാണ് ഈ മുട്ട സ്ഥിരമായിട്ട് വെക്കാറുള്ളത്. അങ്ങനെ മുട്ടയൊക്കെ കൊണ്ടുവച്ചു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് അടിച്ചു വാരട്ടെ എന്ന് കരുതി, കിച്ചണിൻ്റെ പണികളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ അടിച്ചു വാരട്ടെ എന്ന് കരുതി മുൻഭാഗം ഇങ്ങനെ അടിച്ചു വാരിയിരുന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ എൻ്റെ അമ്മ വന്നത്. അറിയാലോ വെള്ളിയാഴ്ച ആകുമ്പം എന്തായാലും വരും. നമ്മളിപ്പോൾ ഏതൊരു 12 മണിയൊക്കെ ആകുമ്പോൾ മൂപ്പര് വരും. അപ്പോൾ ആ ഒരു സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ്. അപ്പം ഇവർ വന്നു. ഇവരാണെങ്കിൽ ഐറൂസ് ഉണ്ടെന്ന് കരുതിയിട്ട് മുട്ടായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഐറൂസ് ഇല്ല, ഇപ്പോൾ വരുമ്പോൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോക്ലേറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കിറ്റ്ക്കേറ്റും പിന്നെ എന്തൊരു ചോക്ലേറ്റൊക്കെ ഉണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിക്ക് അങ്ങോട്ട് വെക്കാമെന്ന് കരുതി. കാരണം ചോക്ലേറ്റൊക്കെ ആ ഒരു കട്ട്ലറ്റ് സ്നാക്സ് ആയിട്ട് കട്ട്ലറ്റാണെന്ന് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ കട്ട്ലറ്റിൻ്റെ ചൂടുകൊണ്ട് കിറ്റ്ക്കേറ്റൊക്കെ കുറച്ച് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് കരുതി. എന്തായാലും മൂപ്പർക്ക് ഞാൻ നല്ലൊരു സ്ട്രോങ് ചായ ഉണ്ടാക്കി. വെള്ളിയാഴ്ച പള്ളിക്ക് പോകുന്നതിൻ്റെ മുന്നേ അവിടെ നിന്ന് ഒരു ചായ കുടിക്കണം. പിന്നെ ചായക്ക് കൂട്ടാനുള്ള കടി മൂപ്പർ തന്നെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതും കൊണ്ടുവരും. ഒരു 4-5 എണ്ണമൊക്കെ വാങ്ങിയിട്ടാണ് വരിക. അപ്പം മക്കളൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. എന്തായാലും മൂപ്പർക്കുള്ളത് ഞാൻ കൊടുത്തു. ഇനി മോള് ഉച്ചയ്ക്ക് വന്നുമ്പോഴേക്കും കൊടുക്കാം എന്നൊക്കെ കരുതി ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് തുടങ്ങുമ്പോൾ ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, മോളും ഹസ്ബൻഡ് കൊണ്ടുവന്ന് കണ്ടില്ലേ, പഴം ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ. ഫ്രൂട്ട്സൊന്നും നമുക്ക് തൊടാനേ പറ്റില്ല. എന്നാൽ നമ്മൾ ആദ്യമൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം എന്ന് വിചാരിക്കുന്ന നേരം അങ്ങനെ നമുക്ക് വിചാരിച്ച പോലെ ഫ്രൂട്ട്സൊന്നും കിട്ടൂല. പക്ഷേ നമ്മളന്ന് ഇനി ഫ്രൂട്ട്സ് കഴിക്കണില്ല, ഇനി എന്താ പറയുക കീറ്റോ ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എല്ലാ സംഭവങ്ങളും നമ്മൾ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് കഴിക്കാനും പറ്റില്ല. ഇതൊക്കെയാണ് അവസ്ഥ. എന്തായാലും മൂപ്പര് പള്ളിയിൽ പോയി. പിന്നാലെ എൻ്റെ ഹസ്ബൻഡും പള്ളിയിൽ പോയിട്ടോ. അവരൊക്കെ പള്ളിയിൽ പോയതിന് ശേഷം ഞാൻ എന്താ വേഗം അടിച്ചുവാരി പകുതി എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അമ്മ വന്നപ്പോൾ അടിച്ചുവാരി ഇങ്ങനെ പകുതി എത്തിയിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് മുഴുവനാക്കി പിന്നെ ഇതാ തുടച്ച് വൃത്തിയാക്കി ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതും ഇപ്പോൾ വരും. ഉള്ളൊരു 12 ആ സമയത്താണ് വരിക. അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ ബട്ടർ കോഫി കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്, വേറൊന്നും കുടിച്ചിട്ടില്ല. പണികൾ ഇങ്ങനെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫുഡിനോട് വലിയ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വല്ലാതെ ജോലിയൊന്നും ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് നമ്മൾ ഫോണൊക്കെ കണ്ടിരിക്കുമ്പോൾ പിന്നെ എഡിറ്റൊക്കെ ചെയ്തിരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഒക്കെ ഉള്ള ഒരു ത്വര കൂടെ കേട്ടോ. അപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് പോവുക, ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഇപ്പോൾ ഏതായാലും ഈ ഒരു ഉച്ച വരെ ഞാനിത് അങ്ങനെ തട്ടിമുട്ടി പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് തുടക്കലും കൂടി കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാനെന്നൊക്കെ വിചാരിക്കുക. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ ഒരു ചായ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ചായ ഉണ്ടാക്കി കുടിക്കണ കണ്ടിട്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചപ്പോൾ ഞാനും അഡിക്റ്റ് ആയിട്ടുണ്ട്, ഞങ്ങളും അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ. സംഭവം അടിപൊളിയാണ്. ഈ ചായ കുടിക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യം. ഞാൻ പറഞ്ഞില്ല, മോള് ഒരു 3-4 മാസം ഡയറ്റ് ചെയ്തിട്ടുള്ള ചായൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഡയറ്റ് നിർത്തി ഞാനിങ്ങനെ ഇടയ്ക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കൽ തുടങ്ങി. ഓക്കും കിട്ടണം നല്ല ചായ. ഒരു ദിവസം ഇപ്പോൾ 2 ഗ്ലാസ് വെച്ച് ഓക്കും കിട്ടണം കേട്ടോ. എന്തായാലും ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഇതും വന്നു കേട്ടോ. വേണം ആ ഒരു സമാധാനത്തിൽ, പണികളൊക്കെ ഒരുവിധം ഒതുങ്ങിയ ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടാകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ആ ചൂടോടുകൂടി ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ട് പണികളൊക്കെ തീർന്നൊരു സന്തോഷം സമാധാനത്തിൽ ഇങ്ങനെ ഞാൻ കുടിക്കുകയാണ്. ഇതുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഉളപ്പച്ചിൻ്റെ ഫോൺ എടുത്തിട്ട് മെല്ലെ കളിക്കട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേ കാരണം ഉളപ്പച്ചിൻ്റെ ഫോൺ എടുത്ത് കളിക്കുന്നത് കാണാം. ഏതായാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല, വീഡിയോ കാണുകയാണെങ്കിൽ മൂപ്പര് കാണട്ടെ. എൻ്റെ വീഡിയോ അങ്ങനെ മുഴുവനായിട്ടൊന്നും കാണൂല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുള്ളൂ. അങ്ങനെ ചായയൊക്കെ കുടിച്ചൊന്ന് റാത്തായി ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഫാനയുടെ കാറ്റൊക്കെ കൊണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിക്ക് എത്തിയത് കേട്ടോ. ഇതുമൂന്ന് തൽക്കാലം വിശപ്പടക്കാനായിട്ട് ഞാൻ കട്ട്ലറ്റൊക്കെ കൊടുത്ത് ഒതുക്കി നിർത്തണു. ബാക്കി 1 മണിയാകുമ്പോഴേക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ചോറ് ഞാൻ അടുപ്പത്ത് ഇങ്ങനെ നമ്മൾ കറണ്ട് അടുപ്പിലാണ് സാധാരണ വെക്കാറ് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് അപ്പം തുടങ്ങിയിട്ട് കറണ്ട് പോവാ വരിക. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഗ്യാസ് അടുപ്പുമൊക്കെ വെച്ചു. അതായത് ആ വന്നിട്ടുണ്ട്. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ അതങ്ങനെ ഊറ്റി വന്നിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ ചിക്കന് പൊരിച്ചിട്ടുള്ള ആ ഒരു വെപ്പാണ് വെക്കണത് കേട്ടോ. പിന്നെ മോളൂൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന പച്ചക്കറി കൊണ്ടുവന്നതിൽ നല്ല ചിരങ്ങാണ്ട്, നമ്മൾ ഈ നോമ്പിനൊക്കെ താളിപ്പുണ്ടാക്കുന്ന ആ ചിരങ്ങല്ലേ അതുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ താളിക്കാന്ന് കരുതി അങ്ങനെ ചോറ് കൂട്ടി ചിക്കൻ ഇങ്ങനെ കയറി വെക്കുന്ന സമയത്താണ് നീനൂട്ടിൻ്റെ വിളി. കാരണം നീനൂന് ഡ്യൂട്ടി 2 മണിക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു 1 മണിയൊക്കെ ആവുന്ന സമയത്താണ് ഇറങ്ങുക. അപ്പോൾ ഇറങ്ങണേന് മുന്നേ ഡ്രസ്സൊക്കെ മാറ്റുന്ന സമയത്താണ് എനിക്ക് വിളിക്കുന്നത്. അപ്പോൾ അവളോട് സംസാരിച്ചുകൊണ്ടാണ് ഞാനിതാ ചിക്കൻ കറിയും പിന്നെ ചോറ് ഒക്കെ ഊറ്റുന്നതും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതാ ഞാൻ ആ ചിരങ്ങ
ചെറുതായിട്ട് ചിരങ്ങ തന്നെ പറയാം, ചിരങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അപ്പോൾ കഞ്ഞിവെള്ളം അതിലേക്ക് പറഞ്ഞ് കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ വന്നോട്ടെ, അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടുമല്ലോ. അപ്പോൾ അതാ ചെറുതാക്കി തന്നെ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ കഞ്ഞിവെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. കുറച്ച് ഉണ്ടാക്കണുള്ളൂ, കാരണം കുറച്ച് ചോറേ വെക്കണുള്ളൂ. ആരും ചോറ് കഴിക്കില്ല, മോള് കഴിക്കില്ല, ഞാൻ കഴിക്കില്ല. മോളും ഹസ്ബൻഡ് വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഈ കറിയൊക്കെ ഉണ്ടാക്കണത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഇതാ ഈ ചിക്കൻ കറി ചോറും കിട്ടിയാൽ തന്നെ മൂപ്പര് ഹാപ്പിയാണ്. പക്ഷേ മോളുവിൻ്റെ ഹസ്ബൻഡും ഫുഡ് കഴിക്കാൻ വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ താളിപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഫുഡൊക്കെ ആയി. പിന്നെ ഇതുമൂന്ന് ഈ സാധാ റൈസ് കൊണ്ടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ ഉപ്പും വെളിച്ചെണ്ണയും ആക്കിയിട്ട് കുഴച്ചാണ് ഓൾ കഴിക്കുക. അതിൽ ചിക്കനൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പയർ ഇതാ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഉപ്പേരി ഉണ്ടാക്കാൻ. അത് വെന്തില്ല, അപ്പോൾ നോക്ക് നേരമില്ല, 1 മണി കഴിഞ്ഞില്ലേ, അപ്പോൾ 1:30 പോകണം. അപ്പോൾ വേഗം ഫുഡ് അയച്ച് പോകാനിങ്ങനെ ഒരുങ്ങണം. അപ്പോഴാണ് പിന്നെ പള്ളി ഇട്ടിട്ട് മൂപ്പര് വന്നത്. മൂപ്പര് കാപ്പി വന്നപ്പോൾ പയറുപ്പേരിയൊക്കെ ആയിട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ലഞ്ചിന് വെച്ചാൽ ചോറുണ്ട്, നമ്മൾ ചെറുങ്ങ താളിപ്പുണ്ട്, പിന്നെ ചിക്കൻ നല്ല വരട്ടിയതുണ്ട്, പയറുപ്പേരി ഉണ്ട്. അപ്പം നമ്മൾ പയറുപ്പേരി നമുക്ക് കീറ്റോ ഡയറ്റിൽ ഇല്ലാത്തൊരു സംഭവമാണ്, കഴിക്കാൻ പാടില്ല. എന്നാലും ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട്, കുറച്ച് എടുത്തു. പിന്നെ വേറൊരു ഉപ്പേരി എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനൊന്നും എനിക്ക് തോന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് അതെടുത്തു. പിന്നെന്താ ചിക്കൻ വരട്ടിയതും 2 ബുൾസയാക്കിയിട്ട് ഇങ്ങനെയാണ് എടുത്തതാണ്. ഉള്ളി തക്കാളി അരിയാനും നിന്നില്ല. ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമം. ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിഷമിട്ട് പോയി കേട്ടോ. പിന്നെ അത് ഉള്ളിയൊക്കെ അരി തക്കാളിയൊക്കെ ഇട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. വേഗം ഫുഡ് വിഷന്നിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിച്ചു. അപ്പോഴൊന്നും മോള് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഈ കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഇതുമ്പോൾ പോയതിൻ്റെ ശേഷം ആണ് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നത്. ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് കിച്ചണത്തെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കിടന്നു. ആ കിടക്ക് 5 മിനിറ്റ് കിടന്നിട്ടുള്ളൂ. അപ്പോഴാണ് മോള് വന്നത്. അപ്പോൾ മോള് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് തന്നെ ഐറൂസ് ഉറങ്ങിയല്ലോ കേട്ടോ. അപ്പോൾ ഉറങ്ങിയപ്പം വേഗം കൊണ്ട് ഇവിടെ കിടത്തി ഉറങ്ങാണ്. മോളിതാ ബാഗ് കൊണ്ടുവച്ച് ബാഗിൽ നിന്ന് എന്തൊക്കെയോ തപ്പുന്നുണ്ട്. അവളെ എന്തൊക്കെയോ എടുത്ത് ഇങ്ങനെ പോന്നിട്ടുണ്ട്. ഐറൂനുള്ള കേക്കും ബിസ്ക്കറ്റും ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ വീട്ടിലുള്ളതാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ വീട്ടിൽ അവിടെ അടച്ചിട്ട് പോരുന്നതുകൊണ്ട് ഇതൊക്കെ ഉള്ള ബാക്കി അവിടെ ഉള്ളതൊക്കെ എടുത്ത് പോകുന്നത്. ഇനിയിപ്പോൾ ഇന്ന് പോകുമെന്ന് അറിയില്ലല്ലോ, നാളെ ആണെങ്കിലോ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് പോകുന്നതാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. ഇനി പോക്ക് എന്താ ഫുഡ് വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ എനിക്കും വിശക്കണുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോറുണ്ട്, പിന്നെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ട്, ഏതാ വേണ്ടിച്ചാൽ കഴിക്കും, രാവിലത്തെ ദോശ ഉണ്ട്, എന്താ വേണ്ടിച്ചാൽ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഓള് മുട്ടയൊക്കെ കേട്ടോ കഴിച്ചത്. അപ്പോഴും മുട്ട എന്തൊക്കെ ചിക്കനൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ ഐറൂസ് എഴുന്നേറ്റ് പാടുക ബന്ധപ്പെടാൻ കണ്ടില്ല. നിലത്തുനിന്നാണ് ഓൻ്റെ പ്ലേറ്റ്, നിലമാണ് ഓൻ്റെ പ്ലേറ്റ്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ക്ലീൻ ആക്കണത് കേട്ടോ. വരുന്നതിൻ്റെ മുന്നേ വേഗം തുടക്കണതും ഡെറ്റോളൊക്കെ ഇട്ട് തുടക്കണത് അതുകൊണ്ടാണ്. കാരണം നിലത്തിട്ടിട്ടാണ് കഴിക്കുള്ളൂ. എത്ര പ്ലേറ്റിൽ നമ്മൾ കൊടുത്താലും ആ പ്ലേറ്റിൽ നിന്നൊന്നും നോക്കൂല, നിലത്തിട്ട് കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരിക്കണം, അവൻ കഴിക്കണത് നോക്കി ഞങ്ങളിങ്ങനെ ഇരിക്കണം കേട്ടോ. കാരണം ഓൻ്റെ കേക്ക് ഉണ്ട്, ആ ഒരു കുപ്പിയിലുണ്ട കേക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം എനിക്കും നല്ലോണം ഇങ്ങനെ അതിങ്ങനെ എടുത്ത് കഴിക്കാനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. മോളും ഇനി പറയണേ, ഇതുവരെ ഓളും വലിയ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റൊന്നുമല്ല, ഒരു ഉഴപ്പൻ ഡയറ്റാണ്. ഓള് നാളെ 1-ാം തീയതി. അപ്പോൾ അതായത് ഈ വീഡിയോ വരുന്ന ദിവസം 1-ാം തീയതി ആണല്ലോ. 1-ാം തീയതി മുതൽ സ്ട്രിക്റ്റ് ആക്കി ഡയറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അറിയില്ല. ഏതായാലും വൈകുന്നേരം ഞാൻ ഒരു 5 മണിയോട് കൂടി ഇന്നത്തെ ഫുഡ് കടി നിർത്തി. അതിതാ 2 മുട്ടയും പിന്നെ ചിക്കനും കൂട്ടി കഴിച്ചിട്ടാണ് കേട്ടോ നിർത്തിയിട്ടുള്ളത്.